ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്തുട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സൂയി വാലറ്റിൻ്റെ നെയിം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കുറച്ചായി നെയിം ചേഞ്ച് ചെയ്തിട്ട്, പക്ഷേ നോട്ട് കൺഫേം ചെയ്തിട്ടോ അത് പറയാം. എന്തുട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അവർ പറഞ്ഞിട്ടൊന്നുമില്ല ഇതിനെക്കുറിച്ച്, എയർ ഡ്രോപ്സിനെ കുറിച്ചൊന്നും. പക്ഷെ നമ്മൾ ഒരു $1 നമ്മളിങ്ങനെ സ്വാപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ബൈ ചാൻസ് പറയാൻ പറ്റില്ല ഇവർ തരുമില്ലോ എന്ന്. അപ്പം അതെങ്ങനെ ചെയ്ത് നോക്കാം നമുക്ക്. ഇവരുടെ ടോക്കണിൻ്റെ നെയിമൊന്നും കോയിൻ്റെ നെയിമൊന്നും മാറ്റിക്കില്ല, ജസ്റ്റ് വാലറ്റിൻ്റെ നെയിം മാത്രം മാറ്റിയിട്ടുള്ളൂ. അപ്പം ബൈ ചാൻസ് എപ്പോഴെങ്കിലും ഒരു എയർ ഡ്രോപ്പ് തന്നു കഴിഞ്ഞാൽ അതൊരു നല്ല റിവാർഡായിരിക്കും. എന്തായാലും ഇത് കുറേ പേർക്ക് അറിയില്ല. അപ്പം ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ വാലറ്റിലേക്ക് ഫണ്ട് അടിക്കുക. എനിക്കിപ്പം 0.97 വർത്തായിട്ടുള്ള സൂയുണ്ട്. ഇത് ഞാൻ നേരത്തെ ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ സ്വാപ്പ് ചെയ്ത് കോയിൻസ് ആയിട്ട് സ്വാപ്പ് ചെയ്ത് ആക്കിയിരിക്കുന്നതാണ്. അപ്പം ഞാനിങ്ങനെ സ്വാപ്പ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റേറ്റ് കൊടുക്കാം. അവിടെ റേറ്റില്ല, പ്രൈസ് നിങ്ങൾക്ക് വേണ്ട എത്രയാണോ ആ മീം കോയിൻ്റെ അത്രയും. ലൈക്ക് ഇപ്പം മീം കോയിൻ നിങ്ങൾക്ക് എത്ര ഇതിനുള്ളത് വേണോ വേണ്ടേ അതിനനുസരിച്ചുള്ള എമൗണ്ട് ഇതിന് ആഡ് ചെയ്യാം. ഞാൻ ഈ കോയിനിലേക്കാണ് ഇടാൻ പോണേ. നിങ്ങൾക്ക് ഇവിടെ സ്ലിപ്പേജ് കുറച്ചിടാം കേട്ടോ. 0.5% ആക്കിയിടാം. സേവ് കൊടുക്കുക, സ്വാപ്പ് ചെയ്യുക. എനിക്കിവിടെ എത്രയും ഈ കോയിൻ. ഓക്കെ, ട്രാൻസാക്ഷൻ കംപ്ലീറ്റഡ് ആയിട്ട്. എന്തായാലും നിങ്ങൾ ഡെയിലി ഇപ്പം അടുപ്പിച്ച് തന്നെ ഒരു 5-6 പ്രാവശ്യം ചെയ്യാണ്ട് ഇടവിട്ട് ചെയ്യാം. ഇപ്പോൾ ഒരു ദിവസം 2 ചെയ്യുകയാണെങ്കിൽ നാളത്തെ ദിവസം ചിലപ്പോൾ ഒരു 3 ചെയ്തു. അങ്ങനെ കൂട്ടിയും കുറച്ചും ചെയ്യാം. ഇങ്ങനെ ഒറ്റയടിക്ക് എല്ലാം കൂടി ചെയ്യുന്ന സമയത്ത് ഇവർ ബോട്ടാന്ന് വിചാരിച്ചിട്ട് നമ്മളെ ചിലപ്പം എയർ ഡ്രോപ്പിന് എലിജിബിൾ ആക്കില്ല. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം കൃത്യസമയത്ത് ചെയ്യാതിരിക്കുക. നിങ്ങൾ ഇപ്പം രാവിലെ ചെയ്യുക, പിറ്റത്തെ ദിവസം വൈകുന്നേരം ചെയ്യുക, അതിൻ്റെ പിറ്റത്തെ ദിവസം ഉച്ചയ്ക്ക് ചെയ്യുക, പിന്നെ 2 ചെയ്യുക ഒരു ദിവസം തന്നെ രാവിലെ ഉച്ചയ്ക്ക്, പിന്നെ വൈകുന്നേരം, അങ്ങനെ മാറ്റി ട്രാൻസാക്ഷൻ ഇത് സ്വാപ്പ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾ ചെറിയൊരു എമൗണ്ട് ഇട്ടാൽ മതി, ഒരു $1 എമൗണ്ട് ഇട്ടാൽ മതി. എന്നിട്ട് നിങ്ങൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കി നോക്കുക മീം കോയിനിൽ ഏറ്റവും നന്നായിട്ട് സൂയിൻ്റെ എക്കോസിസ്റ്റത്തിൽ ഏത് മീം കോയിനാണോ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങൾ അതിനനുസരിച്ച് സ്വാപ്പ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു ചെറിയൊരു പ്രോഫിറ്റ് കിട്ടുമ്പോൾ തന്നെ അത് സ്വാപ്പ് ചെയ്ത് പിന്നെയും സൂയി ടോക്കൺ ആക്കുക, സൂയി കോയിൻ ആക്കുക. അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ സ്വാപ്പ് ചെയ്യുക വേറെ മീം കോയിനിലേക്ക്, പിന്നെ സ്വാപ്പ് ചെയ്ത് സൂയി കോയിനിലേക്ക് ആക്കുക. അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പം $1 മാത്രം ഇട്ടാൽ മതി, അത് കൂടുതലൊന്നും ഇടണ്ട. ഇതിപ്പം ഞാൻ ചുമ്മാ ഒരു എയർ ഡ്രോപ്പിൻ്റെ ഇതിന് വേണ്ടിയിട്ടും എല്ലാത്തിനും കൂടെ ആയിട്ട് ഇട്ട് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പം ഇത്രയുള്ളൂ വീഡിയോ. ഓക്കെ, ബൈ.